സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. ഓം ഗം. രാവിലെ തന്നെ ഉണർന്നപ്പോൾ തന്നെ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനെ പറ്റി ഓർത്തു. ഇപ്പോൾ ഭക്തി എന്താണ് എന്ന് കലിയുഗത്തിൽ നമുക്ക് കാണിച്ചു തന്ന വലിയൊരു അവതാരമാണ് ശ്രീരാമകൃഷ്ണദേവൻ. ശ്രീരാമകൃഷ്ണദേവനെ പറ്റി പറയുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും വിവേകാനന്ദ സ്വാമിയെ അറിയാം. വിവേകാനന്ദ സ്വാമികളുടെ മഹിമയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും എല്ലാം വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ആളുകൾ ശ്രീരാമകൃഷ്ണദേവനെ മനസ്സിലാക്കിയിട്ടില്ല. അതേതുപോലെയാണ് എനിക്കിപ്പോഴും ഉദാഹരണമായിട്ട് തോന്നാറുണ്ട്. ശരിയോ എന്ന് പറയാൻ വയ്യ, എനിക്ക് തോന്നുന്നതാണ്. ഗുരുവായൂർ കേശവനോട് വലിയ ആരാധനയുള്ളവരുണ്ട്. ഗുരുവായൂർ കേശവൻ വലിയ കേമനാണ്, ഭഗവാന്റെ തിടം പേറ്റുന്നവനാണ് എന്ന ഒരു വിശ്വാസവും ബഹുമാനവും ഗുരുവായൂർ കേശവനുണ്ട്. പക്ഷേ ഗുരുവായൂർ അപ്പനെ പലപ്പോഴും വേണ്ടത്ര ഭജിക്കാത്ത ആളുകളാണുള്ളത്. അതുപോലെ വിവേകാനന്ദ സ്വാമികളുടെ ലോകപ്രശസ്തി കൊണ്ട് അദ്ദേഹത്തെ അറിയാം. പക്ഷേ സാക്ഷാൽ ഭഗവാനെ, ഗുരുവായൂരപ്പനെ, രാമകൃഷ്ണദേവനെ അറിയുന്നില്ല എന്നുള്ള ഒരു പോരായ്മ നമുക്കിടയിലുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിത ചരിത്രമെന്ന് പറയാവുന്നത് ശ്രീരാമകൃഷ്ണ ലീലാമൃതം എന്ന പുസ്തകമാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിൽ പോയാൽ 2 വോള്യങ്ങളായിട്ട് ശ്രീരാമകൃഷ്ണ ലീലാമൃതം കിട്ടും. ശ്രീരാമകൃഷ്ണ ലീലാമൃതം വായിച്ച് തുടങ്ങണമെന്ന് ഏവരോടും താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ശ്രീരാമകൃഷ്ണ ലീലാമൃതം വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ജീവിച്ചതൊന്നും ഒരു ജീവിതമല്ല, നമ്മൾ എന്തൊക്കെയോ കെട്ടുകാഴ്ചകളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ബോധ്യം നമുക്ക് വരും. ശ്രീരാമകൃഷ്ണ ലീലാമൃതം വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് കിട്ടും. അത് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ച് ശ്രീരാമകൃഷ്ണ വചനാമൃതവും ലീലാമൃതം ആദ്യം 2 വോള്യം വായിച്ച ശേഷം ശ്രീരാമകൃഷ്ണ വചനാമൃതം 3 വോള്യമായിട്ട് മലയാളത്തിൽ ലഭിക്കും. അതും വായിക്കുക. ഈ 2 പുസ്തകങ്ങൾ, അതായത് ഈ 2 നാമങ്ങളിലുള്ള 2 തലക്കെട്ടിലുള്ള പുസ്തകങ്ങളും വായിച്ച ശേഷമേ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ പുസ്തകം വായിക്കാവൂ എന്ന് പലപ്പോഴും മാതാ അമൃതാനന്ദമയി ദേവിയെ പോലുള്ള മഹാത്മാക്കൾ, അവതാരവരിഷ്ഠർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. മറ്റു പുസ്തകങ്ങളെല്ലാം എഴുത്തുകാരൻ്റെ അഹന്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മഹാത്മാക്കളുടെ ജീവിത ചരിത്രവും മഹാത്മാക്കളുടെ വാക്കുകളും ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അവർക്ക് വ്യക്തിത്വമില്ലാതായി അവർ ഈശ്വര സ്വരൂപന്മാരായി, ശിവസ്വരൂപന്മാരായി കഴിയുന്നവരാണ്. കർണാടകത്തിൽ വചന സാഹിത്യം എന്ന് പറയും. അക്ക മഹാദേവിയെ പോലെയുള്ള മഹാത്മാക്കളുടെ, ബസവണ്ണയെ പോലെയുള്ള മഹാത്മാക്കളുടെയൊക്കെ വാചകങ്ങളെ എഴുതി സാഹിത്യമാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട്, ശിവൻ പരമേശ്വരനാണ്, എന്നാൽ അത് സ്ഥാവര ശിവനാണ്, അനങ്ങാത്ത ശിവനാണ്. എന്നാൽ ആ സ്ഥാവര ശിവൻ്റെ നടക്കുന്ന, ചലിക്കുന്ന, സംസാരിക്കുന്ന, എഴുതുന്ന രൂപങ്ങളാണ് ഈ മഹാത്മാക്കൾ. അവരുടെ പേര് ജംഗമ ശിവൻ എന്നാണ്. അപ്പോൾ സ്ഥാവര ശിവനെ പൂജിക്കുന്നത് പോലെ തന്നെ മഹാത്മാക്കളെയും ജംഗമ ശിവനെയും പൂജിക്കണമെന്നാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, സിത്തൻ പോക്ക് ശിവൻ പോക്ക്. സിത്തൻ പോക്ക് ശിവൻ പോക്ക് എന്ന് പറയാൻ കാരണം, ഒരു സിദ്ധൻ പോകുന്നത് കണ്ടാൽ അത് ഒരു മനുഷ്യൻ പോകുന്നുവെന്ന് ധരിച്ച് കളിയാക്കരുത്, അത് ശിവൻ തന്നെയാണ് പോകുന്നത്. സിത്തൻ പോക്ക് ശിവൻ പോക്ക്. നമ്മൾ സത്യത്തിൽ ശിവസ്വരൂപികളാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ
ഊർധ്വപുണ്ഡ്രം ധരിക്കുന്നതും തിലകം തൊടുന്നതും ഭസ്മം ധരിക്കുന്നതൊക്കെ എന്തിനാണ്? നമ്മുടെ യഥാർത്ഥ ഉണ്മ ശിവസ്വരൂപമാണ്, ഈശ്വരസ്വരൂപമാണ്, കേവലം ഈ തലയൊട്ടിയും ചർമ്മവും രക്തവും മാംസവും അല്ല എന്ന് കാണിക്കാനാണ്. അപ്പോൾ ആളുകൾക്ക് ഇപ്പോഴത്തെ പുതിയ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മോഡേൺ യോഗ ചിന്തയിൽ ശ്രീരാമകൃഷ്ണദേവനെയൊക്കെ പുച്ഛമാണ്. അവർ വായിക്കില്ല. നിർമ്മലമായ ഭക്തിയോട് പുച്ഛമാണ്. കരഞ്ഞുകൊണ്ട് ഈശ്വരനെ വിളിച്ചാൽ അത് ദുർബലതയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രം എടുത്താൽ മുഗളന്മാരുടെ പീഡനം, അതിനുശേഷമുണ്ടായ ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും പീഡനം, ക്രിസ്തീയ പടയുടെ പീഡനം എല്ലാം സഹിച്ച് ഹിന്ദുക്കൾ മുന്നേറി ഇന്ന് നാളോളം എത്തിയിട്ടുള്ളത് ഭക്തി പ്രസ്ഥാനം കൊണ്ടാണ്. നിങ്ങളുടെ വേദാന്ത പ്രസംഗം കൊണ്ടോ അല്ലെങ്കിൽ യോഗ കുറച്ച് പരിശീലിച്ച് പൊതുവേദിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടൊന്നുമല്ല ഇവരൊക്കെ തോറ്റു ഓടിയത്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ, നാമജപത്തിൻ്റെ, സങ്കീർത്തനത്തിൻ്റെ ശക്തിയിലാണ് ഭാരതം അന്നും ഇന്നും നിലനിൽക്കുന്നത്. നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ള അവതാര വരിഷ്ഠരുടെ ചരിത്രമെടുത്താൽ അറിയാം, നാമം കൊണ്ട് ഉത്തരേന്ത്യ മുഴുവൻ തന്നെയും അദ്ദേഹം വിജയിച്ചു. മാത്രവുമല്ല, ജാതി രഹിതമായ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായത് എല്ലാവർക്കും നാമം ജപിക്കുക എന്നുള്ള അവസ്ഥയാണ്. അത് സാക്ഷാത്കരിച്ചത് ചൈതന്യ മഹാപ്രഭുവാണ്. അതിനുശേഷം രാമകൃഷ്ണദേവനാണ്. ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ അമൃതാനന്ദമയി ദേവിയാണ്. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് പുച്ഛമാണ്. ആൾക്കാർക്ക് വേണ്ടത് കുറേ യോഗ, പിന്നെ ഫേക്കായിട്ടുള്ള വ്യാജമായിട്ടുള്ള അനുഭവങ്ങൾ പറയുക. കുണ്ടലിനി എണീറ്റു ഓടി 2 റൗണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പ്രയാസമില്ല. അതേസമയത്ത് ഈശ്വരനെ വിളിച്ചൊരു മഹാത്മാവ് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ അത് ദുർബലതയാണെന്ന് ധരിക്കുന്ന വിഡ്ഢികളായ സമൂഹമായി നമ്മൾ മാറരുത്. ദക്ഷിണേശ്വരത്ത് പോയി കഴിഞ്ഞാൽ, ബംഗാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാളി കോവിലുണ്ട്. അവിടെ ശ്രീരാമകൃഷ്ണദേവൻ പൂജാരിയായിരുന്നു. സാധാരണ പൂജകർ ചെയ്യുന്നത് പോലെ ഒരു ജോലി എന്ന നിലയ്ക്കല്ല അദ്ദേഹം പൂജ ചെയ്തിരുന്നത്. അദ്ദേഹം ചെയ്തിരുന്നത് സ്വന്തം അമ്മയെ ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെയാണോ ഊട്ടുന്നത്, എങ്ങനെയാണോ ഉറക്കുന്നത്, എങ്ങനെയാണോ കുളിപ്പിക്കുന്നത്, ആ മാതൃഭാവത്തിൽ അമ്മയെ കണ്ടിട്ട് ആ വിഗ്രഹത്തിൽ കല്ലിനുള്ളിൽ നിന്നും പരമാത്മാവിനെ കണ്ണീരുകൊണ്ട് പുറത്തെടുത്ത മഹാപുരുഷനാണ് രാമകൃഷ്ണദേവൻ. അദ്ദേഹത്തിൻ്റെ ഉപാസന തപസ്സിൻ്റെ കാലത്ത് അദ്ദേഹം ദിവസം മുഴുവൻ അമ്മ എന്ന് കരഞ്ഞുകൊണ്ട് കാളിമാതാവിനെ ഓർത്തുകൊണ്ടിരിക്കും. സന്ധ്യയ്ക്ക് കാളിക്കോവിലെ മണി അടിക്കുമ്പോൾ അദ്ദേഹം ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയും, ഒരു ദിവസം കൂടെ പോയി, ഇന്നും കാളിമാതാവ് വന്നില്ല, ദർശനം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗയിലേക്ക് നീളുന്ന പടിക്കെട്ടിൽ തലയടിക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് ഭ്രാന്തായിട്ട് തോന്നും. പക്ഷേ ആ നിരക്ഷരനായ മനുഷ്യൻ്റെ മുറിക്കകത്ത് രാജാറാം മോഹൻ റോയ്, അതുപോലെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, കേശവചന്ദ്ര സെൻ, അതുപോലെ ആധുനിക ബംഗാളി നാടകത്തിൻ്റെ പിതാവായ ഗിരീഷ് ചന്ദ്ര ഘോഷ്, ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ തുടങ്ങി ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെയും ഭാരതത്തിൻ്റെ മഹിമ ഉയർത്തിയതിൻ്റെയും കാരണഭൂതന്മാരായിട്ടുള്ള എല്ലാ മഹാത്മാക്കളും ഈ നിരക്ഷരനായ മനുഷ്യൻ്റെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ പഠിച്ചതും അവിടെ നിന്ന് പറന്നുപോയ കിളികളാണ് ലോകത്തെ മുഴുവൻ വെളിച്ചം വിതറിയതും. വിവേകാനന്ദ സ്വാമികളെയാണ് എടുത്തു പറയേണ്ടത്. മറ്റുള്ളവരോട് എനിക്ക് അത്ര മതിപ്പില്ലെന്ന് തുറന്നു പറയട്ടെ. വിവേകാനന്ദ സ്വാമികൾ വിശേഷിച്ചും രാമകൃഷ്ണദേവൻ്റെ ആ സ്പർശം കൊണ്ടും ആ ദർശനം കൊണ്ടുമാണ് ലോകം മുഴുവൻ ആധ്യാത്മികതയിൽ ആറാടിച്ചത്. അതുകൊണ്ട് നമ്മൾ വിവേകാനന്ദ സാഹിത്യത്തിൽ ഓരോ വരികളും വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ശക്തി രാമകൃഷ്ണ പരമഹംസരാണെന്ന് മനസ്സിലാക്കണം. ഒരിക്കൽ രമണ മഹർഷിയുടെ ഭക്തൻ, ഒരു വക്കീൽ, ദേവരാജ മുതലിയാർ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. അദ്ദേഹം രാമകൃഷ്ണ വചനാമൃതം വായിച്ചിട്ട് രാമകൃഷ്ണ പരമഹംസരെ പോലെ ഒരു ഗുരുവിനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഒടുവിൽ രമണാശ്രമത്തിലെത്തുകയും രമണ മഹർഷിയെ ചെയ്തത്. രമണ മഹർഷിയെ കണ്ട് രമണ മഹർഷിയുടെ കൂടെ കുറേ കാലം ഇങ്ങനെ സഞ്ചരിക്കുക കുറേ കാലം വന്ന് അവിടുത്തെ സവിധത്തിലിരിക്കുകയും അവിടുത്തെ ദിവ്യവാണികൾ കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ പാപം മുഴുവൻ രാമകൃഷ്ണദേവൻ ഏറ്റെടുത്തു. വിവേകാനന്ദ സ്വാമികളെ ലോകം മുഴുവൻ രാമകൃഷ്ണദേവൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രശസ്തമാക്കി എന്നൊക്കെയുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ട് രമണ മഹർഷിയോട് പറഞ്ഞു, വിവേകാനന്ദ സ്വാമികൾ എത്ര മഹാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രമണ മഹർഷി പറഞ്ഞൊരു വാചകമുണ്ട്, വിവേകാനന്ദനു പിന്നിൽ രാമകൃഷ്ണൻ എന്ന ശക്തി ഉണ്ടായിരുന്നു എന്ന്. രാമകൃഷ്ണൻ എന്ന പുരുഷനെന്നോ
രാമകൃഷ്ണൻ എന്ന വ്യക്തിയൊന്നുമല്ല, രാമകൃഷ്ണൻ എന്ന ശക്തി ഉണ്ടായിരുന്നു. സാക്ഷാൽ ശക്തി സ്വരൂപനായി തീർന്ന വിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു രാമകൃഷ്ണദേവൻ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് കേൾക്കുന്ന സുഹൃത്തുക്കളെല്ലാവരും തന്നെയും മുടങ്ങാതെ സദ്ഗ്രന്ഥങ്ങൾ കൂടെ വായിക്കണം, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ശീലം ഉണ്ടാക്കണം. ശ്രീരാമകൃഷ്ണ ലീലാമൃതമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നറുമ്പാൽ കാച്ചിയതുപോലെയാണ്. ഏതൊരു സാധാരണക്കാരനും ഭക്തിയുടെ ആനന്ദം രുചിക്കാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ. ശ്രീരാമകൃഷ്ണ ലീലാമൃതം 2 വോളിയം വാങ്ങിക്കുക, അത് മുഴുവൻ വായിച്ച ശേഷം ശ്രീരാമകൃഷ്ണ വചനാമൃതം 3 വോളിയം വായിച്ച ശേഷമേ നിങ്ങൾ അതും ഇതൊക്കെ വായിക്കാൻ പാടുള്ളൂ. അതിന് കാരണം അഹന്തയെ വർദ്ധിപ്പിക്കുന്നതല്ല ശരിയായ ആധ്യാത്മിക ഗ്രന്ഥം, അഹന്തയെ നശിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. ഇത്രയും പറയട്ടെ. നമ്മുടെ കുലശേഖര ആൾവാർ ഇന്ന് നമ്മോട് പറയുന്നത്, ഇത്രയും ദിവസം അദ്ദേഹം നമ്മളോട് പല പരാതികളും പറഞ്ഞു. ഭാര്യയെ കൊണ്ട് കഷ്ടപ്പാട്, മക്കളെ കൊണ്ട് കഷ്ടപ്പാട്, ലോകത്തെ കൊണ്ട് ക്ലേശം, ഇതിൽ നിന്ന് ഹരിയുടെ തോണി മാത്രമേ രക്ഷിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് അദ്ദേഹം അതിൻ്റെ കാര്യമാത്ര പ്രസക്തമായ വശത്തിലേക്ക് കടക്കുകയാണ്. കാര്യമാത്ര പ്രസക്തമായ വശം എന്താണ്? ഒരു മനുഷ്യന് ഈ പറഞ്ഞ പ്രശ്നങ്ങളും ക്ലേശങ്ങളും എല്ലാം ഉണ്ട് എന്നത് വാസ്തവമാണ്. ഈ വാസ്തവമായ കാര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? അതിന് രക്ഷോപായം, ഒരു സൂത്രം എന്ന് പറയുകയാണ്. ഈ സംസാര സമുദ്രത്തിൻ്റെ കെണിയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ക്ലേശത്തിൽ നിന്ന്, ക്ഷീണത്തിൽ നിന്നൊക്കെ ഉന്മേഷവാനാവാൻ, ഉയരാൻ എന്താണ് മാർഗമെന്ന് നമ്മോട് ഇന്ന് കുലശേഖര പെരുമാൾ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഹേ മനസ്സേ, ഹേ മനുഷ്യ, നീ ഒട്ടും വിഷമിക്കണ്ട, നിനക്ക് ഞാനൊരു ഉപായം പറഞ്ഞുതരാം. ഏത് ഉപായത്താലാണ് എല്ലാ മഹർഷിമാരും മഹർഷിമാരായി തീർന്നത്? ആ ഉപായം ഇതാണ്: അഷ്ടാക്ഷരീ മന്ത്രജപം. അഷ്ടാക്ഷരീ മന്ത്രജപം എന്താണ്? ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്നിങ്ങനെ മുടങ്ങാതെ അനുസ്യൂതം അവിഛിന്നം ജപിക്കൂ മനസ്സേ. മനസ്സേ, നീ അതും ഇതും ചിന്തിക്കാതെ ഈ അഷ്ടാക്ഷരി ജപിച്ചോളൂ. നിനക്ക് 100% ആനന്ദവും മോക്ഷവും സിദ്ധമാവും, കരഗതമാവും എന്ന് പറയുകയാണ്. ഇന്ന് അഷ്ടാക്ഷരി മന്ത്ര ദീക്ഷ തരികയാണ് കുലശേഖര പെരുമാൾ. കുലശേഖര ആൾവാരുടെ ആ അനുഗ്രഹത്തെ ഞാൻ എൻ്റെ വായിലൂടെ നിങ്ങളിലേക്ക് പകരുകയാണ്. ഇന്ന് 18ാമത്തെ ശ്ലോകമാണ്. ഹേ മർത്യാഃ പരമം ഹിതം ശൃണുതവോ വക്ഷ്യാമി സംക്ഷേപതഃ സംസാരാർണവമാപദൂർമി ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിതാഃ നാനാജ്ഞാനമപാസ്യ ചേതസി നമോ നാരായണായേത്യമും മന്ത്രം സപ്രണവം പ്രണാമസഹിതം പ്രാവർത്തയധ്വം മുഹു. വളരെ രസകരമായി പറയുകയാണ്. ആപദൂർമി ബഹുളം. ഈ ലോകം എന്ന് പറഞ്ഞാൽ ധാരാളം ആപത്തുകളാകുന്ന തിരമാലകൾ നിറഞ്ഞ ഈ സംസാരം, സംസാരാർണവം, സംസാരക്കടൽ. സമ്യക് പ്രവിശ്യ, നന്നായി ഇറങ്ങി മുങ്ങിയിട്ട് നിൽക്കുന്ന, സംസാരത്തിൽ മുങ്ങി നിൽക്കുന്ന മനുഷ്യ, മർത്യ, മനുഷ്യരെ, പരമം ഹിതം, നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള, ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഉപായത്തെ ഞാനിതാ ഇന്ന് പറയാൻ പോവുകയാണ്. ശൃണുത, കേട്ടാലും മനുഷ്യരെ. വാ, നിങ്ങൾക്ക് സംക്ഷേപത, ചുരുക്കി പറഞ്ഞുതരാം. എന്താണ്? വക്ഷ്യാമി, ഞാൻ പറയാം. നാനാജ്ഞാനമപാസ്യ, ഇതാണ് ഇവിടെ പറഞ്ഞത്. കണ്ട അതും ഇതും വായിച്ചിട്ട് വഴി തെറ്റാതെ, കണ്ട അതും ഇതും ഒക്കെ കേട്ടിട്ട് അതൊക്കെയാണ് ശരിയെന്ന് കണ്ട് അലയാതെ. ആളുകൾ പലപ്പോഴും പറയും, ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് അമ്മയുടെ അടുത്ത് ആദ്യം ചെന്ന സമയത്തൊക്കെ ആദ്യം വായിച്ചെന്ന് പറഞ്ഞ പുസ്തകം കുടിക്കുക, പുസ്തകം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അമ്മയുടെ സംഭാഷണങ്ങൾ, അമ്മയുടെ ഉപദേശാമൃതം, അമ്മയുടെ ജ്യോതിർഗമയ എന്ന 2 വോളിയം പുസ്തകം, അമ്മയുടെ ആശ്രമത്തിൽ നിന്ന് അമ്മ നേരിട്ട് പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ ഇരുന്ന് ഒറ്റയടിക്ക് വായിച്ചു. അമ്മയെ കാണുന്നതിൻ്റെ തൊട്ട് മുമ്പ് വിവേകാനന്ദ സ്വാമിയുടെ ജീവിതചരിത്രം സംക്ഷേപമായിട്ട് കുട്ടികളുടെ വിവേകാനന്ദൻ എന്ന പുസ്തകം വായിച്ചു. അമ്മയെ കണ്ട ശേഷം ശ്രീരാമകൃഷ്ണ വചനാമൃതവും വായിച്ചു, ലീലാമൃതവും വായിച്ചു. അതോടുകൂടി എന്തെന്നില്ലാത്ത ആനന്ദമാണ്, ലോകം കീഴടക്കിയ സുഖമാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം ഈ മഹാത്മാക്കൾ സാധാരണ മനുഷ്യരല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ
ഗീതാശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, അവജാനന്തി മാം മൂഢാ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്തോ മമ ഭൂതമഹേശ്വരം. ഒരു മഹാത്മാവ്, ഒരു അവതാരവരിഷ്ഠൻ മനുഷ്യ ശരീരമെടുത്ത് നമ്മെപ്പോലെ ചിരിക്കുകയും കരയുകയും നടക്കുകയും ഇരിക്കുകയും ഉടുക്കുകയും ഉണ്ണുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്താലും ചേഷ്ടകളെ കൊണ്ട് അവിടുത്തെ വിലയിരുത്തിക്കൂടാ. അവിടുത്തെ പരമമായ ഭാവത്തെ നമ്മൾ അറിയാതെ വിഡ്ഢികളായി പോകരുതേ എന്ന് പറയുകയാണ്. അവജാനന്തി മാം മൂഢാ, ഏ അർജുന, മൂഢന്മാർ, അറിവില്ലാത്തവർ എന്നെ സാധാരണ മനുഷ്യനെന്ന് കണ്ട് അപഹസിക്കുന്നു. നമ്മെപ്പോലെ തന്നെയല്ലേ കൃഷ്ണനും? രണ്ട് കൈയോടുകൂടി കൃഷ്ണൻ നടക്കുന്നു, കൃഷ്ണൻ ഇരിക്കുന്നു, കൃഷ്ണൻ കരയുന്നു, കൃഷ്ണൻ ചിരിക്കുന്നു, കൃഷ്ണൻ. ഞാനും കരയുന്നു, ചിരിക്കുന്നു. വ്യത്യാസം എന്താണ്? വലിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. ഒരു 10 പടികളുള്ള ഒരു ഏണിയിൽ ഒരാൾ മുകളിലേക്ക് കയറുമ്പോൾ 3ാമത്തെ പടിയിലെത്തി. മുകളിൽ കയറി ഇറങ്ങി വരുന്ന ഒരാൾ, അയാൾ 3ാമത്തെ പടിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഏണിയിൽ മുകളിലേക്ക് കയറുമ്പോൾ 3ാമത്തെ പടിയിലെത്തിയ ഒരാൾ മുകളിൽ കയറി ഇറങ്ങി വന്ന് 3ാം പടിയിലെത്തി നിൽക്കുന്ന ഒരാളെ കണ്ടിട്ട് പറയുകയാണ്, നീയും ഞാനും ഒരേ പടിയിലാണ് എന്ന്. തെറ്റാണത്. ഒരാൾ കയറി ഇറങ്ങി വന്നയാളാണ്, മറ്റേയാൾ കയറുന്നതേ ഉള്ളൂ. ആ വ്യത്യാസം വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയുടെ സന്യാസി ശിഷ്യനായ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി മഹാരാജിനോട് ഒരിക്കൽ വളരെ പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തൊരു സംഗതിയുണ്ട്. പണ്ട് കാലത്താണ് ആശ്രമത്തിൽ അമ്മയ്ക്ക് അമ്മ തപസ് ചെയ്യാൻ വേണ്ടി കടപ്പുറത്തോ അല്ലെങ്കിൽ കായലിൻ്റെ തീരത്തോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ബാഹ്യബോധമില്ലാതെ ഇരിക്കും. അപ്പോൾ പല ദിവസങ്ങളും വിശപ്പും ദാഹവും അറിയാതെ അമ്മ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എവിടുന്നെങ്കിലും ഒരു ബ്രെഡിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ പൊതിയോ ഒക്കെ കടിച്ചു കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുകയും അമ്മ ഇരിക്കുന്നിടത്ത് മറ്റുള്ളവർ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ചുറ്റിലും കാവൽ പോലെ നിന്നിരുന്ന ഒരു നായയുണ്ട്. ആ നായ പ്രായം ചെന്ന് അതിന് പേ പിടിച്ചതായിട്ട് എല്ലാവരും പറയുകയും അതിന് എങ്ങനെയൊക്കെയോ പേ പിടിച്ചതായിട്ട് പറയുകയും ആളുകൾ കല്ലെറിയുകയൊക്കെ ചെയ്തിട്ട് ആശ്രമത്തിൻ്റെ മുറ്റത്തേക്ക് ഇത് ഓടി വന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ദർശനം നടക്കുന്ന സമയത്ത് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമി മഹാരാജ്, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിലോ അവിടെ അതുപോലെയുള്ള ഏതോ വലിയ ശാസ്ത്ര സാങ്കേതിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ യുക്തി മനസ്സിന് അമ്മയുടെ ചേഷ്ടകളും രീതികളൊന്നും അത്ര പൂർണ്ണമായിട്ടും അന്ന് തൃപ്തിയായിരുന്നില്ല. അപ്പം അദ്ദേഹം അമ്മയോട് ചോദിച്ചു, അമ്മ, ഞാനും പഞ്ചഭൂതം കൊണ്ട് നിർമ്മിതമായ ശരീരമാണ്, അമ്മയും പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാണ് എടുത്തിരിക്കുന്നത്. അമ്മയും നടക്കുന്നു, ഞാനും നടക്കുന്നു, അമ്മയും ഇരിക്കുന്നു, ഞാനും ഇരിക്കുന്നു, അമ്മയും കിടക്കുന്നു, ഞാനും കിടക്കുന്നു, അമ്മ ആഹാരം കഴിക്കുന്നു, ഞാനും ആഹാരം കഴിക്കുന്നു. എന്താണ് വ്യത്യാസം? നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളതെന്ന് ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടാതെ ചിരിച്ചു, ഉത്തരം പറഞ്ഞില്ല. ദർശനം തുടർന്നു. അമ്മ മറുപടി പറയാതിരുന്നു. അമ്മ പലപ്പോഴും അങ്ങനെയാണ്, ചില ചോദ്യങ്ങൾക്ക് വാക്കുകൊണ്ട് മറുപടി പറയില്ല. പിന്നീട് നമ്മുടെ അനുഭവത്തിൽ 100% അത് വന്നിട്ടുമുണ്ട് ഉത്തരമായിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ആശ്രമം മുറ്റത്ത് ഈ ബഹളം കേട്ട് അപ്പോൾ ഈ പേനായ ഓടി വരികയാണ്. എല്ലാവരും ദൂരേക്ക് മാറി എല്ലാവരും മാറ്റുകയാണ്. പൊയ്ക്കോളൂ, അത് പേ പിടിച്ച് വായിൽ നിന്ന് ചലമൊലിച്ചുകൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞു. അമ്മ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ ഊണ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഉരുള കൊടുക്കുമായിരുന്നു അന്ന കാലത്ത്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ചുകൊണ്ട് അമ്മ ഇരിക്കുമ്പോഴാണ് ഈ നായ പുറത്ത് പോകുന്നത്. അമ്മ അതിനടുത്തേക്ക് പോയപ്പോൾ അമ്മയുടെ അച്ഛനടക്കം പലരും വിളിച്ചു പറഞ്ഞു, അയ്യോ അമ്മയെ അടുത്തേക്ക് പോകല്ലേ, അപകടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മിണ്ടാതെ അടുത്തേക്ക് പോയിട്ട് ആ നായയ്ക്ക് ഈ പ്ലേറ്റിൽ ആഹാരം വെച്ച് കൊടുത്തു. അത് പ്ലേറ്റിൽ നിന്ന് കഴിച്ചതിൻ്റെ ബാക്കി അതിൻ്റെ ചലവും വായിലെ ഇതെല്ലാം ചേർന്ന് കുഴഞ്ഞ ജലം ചേർന്ന ആഹാരം അമ്മ കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു. അമ്മ ഇത് കഴിക്കുന്ന കണ്ടപ്പോൾ എല്ലാവരോടും കൂട്ടക്കരച്ചിലായി. അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് അസുഖം വരുമെന്നും അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം വരുമെന്നൊക്കെ പേടിച്ച് ആൾക്കാർ കരയുകയാണ്. അപ്പം ഇത് കണ്ടുകൊണ്ട് തലേന്ന് ചോദ്യം ചോദിച്ച സ്വാമിജിയും നിൽക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അമ്മ ഈ സ്വാമിജിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിനെ ആ ചങ്ങല എടുത്തിട്ട് അതിനെ കെട്ടിയിട്ട് മരത്തിലോട്ട് കെട്ടെന്ന് പറഞ്ഞു. കെട്ടി കുറച്ച് നേരം അതിനെ അവിടെ നിർത്തിയ ശേഷം അമ്മ കൈ കഴുകി വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ നായയെ സ്വന്തം മടിയിൽ വെച്ചിട്ട് കണ്ണ് അടച്ചിട്ട് മോൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അതോടുകൂടി അതിൻ്റെ ജീവൻ അത് അമ്മയിൽ ചേർന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു കാലത്ത് അമ്മയെ സേവിച്ച്, നമ്മളൊക്കെ അങ്ങനെയാണ്, നമ്മളെ ആരോഗ്യമുള്ള കാലത്ത് സേവിച്ചവർക്ക് വയസ്സാകുമ്പോൾ നമ്മൾ നടതള്ളും. അമ്മ അങ്ങനെയല്ല. അമ്മ ചെറിയ കാര്യത്തിന് പോലും നന്ദി വെക്കുന്നയാളാണ്. എന്നിട്ട് ആ നായയുടെ കണ്ണടഞ്ഞ ശേഷം അമ്മ തിരിഞ്ഞിട്ട് ഈ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിയോട് ചോദിച്ചു, മോനെ, ഞാനും നീയും ഒരുപോലെയാണോ എന്ന് ചോദിച്ചു. പഞ്ചഭൂതം ആണോ എന്ന് ചോദിച്ചു.
ഇത് അദ്ദേഹത്തിൻ്റെ അമൃതസ്മരണകളെന്ന് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിയുടെ അമൃതസ്മരണകൾ അതിഗംഭീരമായ പുസ്തകമാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, നമുക്ക് ബാഹ്യമായി ഇവരെയെല്ലാം കണ്ടാൽ ഒരുപോലെ തോന്നുമെങ്കിലും അവരങ്ങനെയല്ല എന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇങ്ങനെ സംസാരത്തിൽ മുങ്ങി നിൽക്കുന്ന മനുഷ്യ, നീ ഓം നമോ നാരായണായ സപ്രണവം ജപിക്കൂ. ഓം പ്രണവമാണ്, പ്രണവം ചേർത്ത് ജപിക്കൂ, പ്രണാമം ചെയ്ത് ജപിക്കൂ. എന്നും മഹാവിഷ്ണുവിന് നീ 12 നമസ്കാരം 12 നമസ്കാരം ചെയ്യൂ. ഓരോ നമസ്കാരത്തിനും ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് ഇരുന്ന് ജപിക്കുമ്പോഴും ഈ അഷ്ടാക്ഷര മന്ത്രം ജപിക്കൂ. അഷ്ടാക്ഷരം ജപിക്കേണ്ടത് അവശ്യമാണ്. അഷ്ടാക്ഷരവും പഞ്ചാക്ഷരിയും ജപിക്കാത്ത ഹിന്ദുവല്ല. സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ തുടക്കത്തിൽ ഗണേശൻ, പിന്നെ ഗുരു, പിന്നെ അഷ്ടാക്ഷരം, പിന്നെ ജപം അവസാനിപ്പിക്കുമ്പോൾ പഞ്ചാക്ഷരിയും ജപിച്ചേ നിർത്താവൂ. ഓം നമഃശിവായാണ് പഞ്ചാക്ഷരി. അതുകൊണ്ട് വീണ്ടും വീണ്ടും പ്രണവത്തോടുകൂടി പ്രണാമസഹിതം നമസ്കരിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചാലും മനുഷ്യരെ എന്ന് അദ്ദേഹം പറയുകയാണ്. പൃഥ്വീരേണുരണു പയാംസി കണികാ ഫൽഗുസ് ഫുലിംഗോനലസ്തേജോ നിശ്വസനം മരുത്തനുതരം രന്ധ്രം സുസൂക്ഷ്മം നഭ ക്ഷുദ്രാ രുദ്രപിതാമഹ പ്രഭൃതയ കീടാസമസ്താസുരാ ദൃഷ്ടേ യത്ര സ താവകോ വിജയത്തെ ഭൂമാവധൂതാവധി. അടുത്ത മന്ത്രമാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാം. അവാങ്മനസ ഗോചരമായ ഭഗവാൻ നാരായണന്റെ സർവ്വലോകവ്യാപിയായ ഐശ്വര്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സാരമായിട്ട് ഒന്നും തന്നെ ഭൂമിയിലുണ്ടാവില്ല. ഈ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം നിത്യേന മുടങ്ങാതെ മുഹുമുഹു വീണ്ടും വീണ്ടും ജപിച്ച ശേഷം ഈശ്വരൻ്റെ ഐശ്വര്യം നിങ്ങൾ സാക്ഷാത്കരിക്കും. അതോടുകൂടി ലോകത്തെ നിങ്ങൾക്ക് ഭയമില്ലാതാവും, ലോകം നിങ്ങളെ ബാധിക്കാതെയാവും. ഭൂലോകവും ദേവലോകവും എല്ലാം വളരെ നിസ്സാരമായിട്ടേ തോന്നുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, രുദ്രപിതാമഹ പ്രഭൃതയ, രുദ്രൻ മുതലുള്ള സകല ദേവതകളും നിങ്ങളുടെ കൈങ്കര്യം വഹിക്കുന്നവരായിത്തീരും ഈശ്വരനെ സാക്ഷാത്കരിച്ചാൽ. ആ സാക്ഷാത്കാരത്തിന് ആദ്യം വേണ്ടത് മുടങ്ങാതെ ഉറച്ച് പ്രേമത്തോടെയുള്ള നാമജപമാണ്. ഓം നമോ നാരായണായ എന്നോ ഓം നമഃശിവായ എന്നോ ഇഷ്ടമൂർത്തിയെ ഉറച്ചും ജപിക്കുക. ആ രീതിയിൽ ജപിച്ചാൽ ഈ ലോകം നിങ്ങളെ ബാധിക്കില്ല. അതിരില്ലാത്ത ഈശ്വരൻ്റെ മഹാത്മ്യം സാധിച്ചാൽ മാത്രമേ നിന്റെ ജന്മം സഫലമാകുകയുള്ളൂ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് കുലശേഖര ആൾവാർ നിർത്തുകയാണ്. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. വളരെ ശ്രദ്ധയോടെ ജീവിക്കുക, നാമം ജപിക്കുക. ഹര ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.